നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ദേവസേനയെ കളത്തിലിറക്കി ഏഷ്യാനെറ്റ് ന്യൂസ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ദേവസേന എന്ന നിർമ്മത ബുദ്ധിയിലെ പ്രതിഭ പ്രവചനം നടത്തി. UDFിലെ ആര്യടൻ ഷൗക്കത്തിന് അനുകൂലമായിരുന്നു തുടക്കം മുതലുള്ള ദേവസേനയുടെ പ്രവചനം. ഓരോ റൗണ്ടിലെയും വോട്ടുകൾ വിലയിരുത്തിയായിരുന്നു ദേവസേനയുടെ പ്രവചനം. അങ്ങനെ മലയാള ടെലിവിഷൻ ചാനലിൽ ആദ്യമായി AI സാങ്കേതിക വിദ്യയും പരീക്ഷിച്ചു. കഴിഞ്ഞ ദിവസം AI അധിഷ്ഠിത പ്രമോയുമായി മലയാളി പ്രേക്ഷകരെ ഏഷ്യാനെറ്റ് ന്യൂസ് വിസ്മയിപ്പിച്ചിരുന്നു. ചാനലുകളുടെ റേറ്റിംഗ് യുദ്ധത്തിൽ ഒന്നാമതുള്ള ഏഷ്യാനെറ്റും ആവേശം വിതറുന്ന തരത്തിൽ ലേലം വിളി മോഡലിലാണ് വോട്ടെണ്ണൽ റിപ്പോർട്ട് ചെയ്തത്. വിനു വി ജോണും PJ സുരേഷ് കുമാറും സിന്ധു സൂര്യകുമാറുമായിരുന്നു സാധാരണ തെരഞ്ഞെടുപ്പ് ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിനായി തുടക്കം മുതൽ അവതരണത്തിനെത്തിയത്. എന്നാൽ ഇത്തവണ കഥ മാറി. കമലേഷും നിമ്മിയും അബ്ജോദും അനൂപ് ചന്ദ്രനും വോട്ടെണ്ണൽ സമയം അവതാരകരായി നിറഞ്ഞു. യുവതത്വത്തിന്റെ ആവേശം ഏഷ്യാനെറ്റ് ന്യൂസിലെ ലേലം വിളി അവതരണത്തിൽ നിറഞ്ഞു. ഇതിനൊപ്പം ദേവസേനയും. റിപ്പോർട്ടർ TVയിൽ ആകെ നിരാശനായിരുന്നു അരുൺകുമാർ. വോട്ടെണ്ണൽ ദിവസം വരെ സ്വരാജ് ജയിക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞ വ്യക്തിയാണ് അരുൺകുമാർ. UDF തകർന്നടിയുമെന്ന് വിലയിരുത്തിയ വ്യക്തി. എഡിറ്റേഴ്സ് അവറിലും മറ്റും വലിയ രീതിയിൽ സഹജേർണലിസ്റ്റുകളുടെ വാദങ്ങളെ തള്ളിയ അരുൺകുമാർ പക്ഷേ പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയതോടെ മ്ലാനത നിറഞ്ഞു. ഒരു ഘട്ടത്തിൽ സ്മൃതി പരുത്തിക്കാട് ട്രോളുന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോഴും എല്ലാം ശരിയാകുമെന്ന് അരുൺകുമാർ പറഞ്ഞു. സാധാരണ അതിവേഗ റിസൾട്ട് എന്ന് വരുത്താൻ ലീഡ് നിലകൾ റിപ്പോർട്ടറിൽ കുതിച്ചു വരാറുണ്ട്. എന്നാൽ അതുണ്ടായില്ല ഇത്തവണ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കണക്കുകൾ ഫോളോ ചെയ്യുന്ന തരത്തിലേക്ക് ബ്രേക്കിംഗുകൾ മാറി. UDF മുൻതൂക്കമുണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ നിരാശയിൽ പാടുന്ന അരുൺകുമാർ ആയിരുന്നു റിപ്പോർട്ടറിൽ ഉണ്ടായത്. റിപ്പോർട്ടറിൽ പുതുതായി എത്തിയ ജിമ്മി ജെയിംസും ബഹളമുണ്ടാക്കാത്ത പതിവ് ശൈലിയിൽ ശ്രദ്ധേയനായി. 24 ന്യൂസിനും പുതുമയൊന്നും ഈ വോട്ടെണ്ണൽ ദിനം നൽകാനായില്ല. പോത്തുകല്ലിൽ കാട്ടാനയുടെ കരുത്തോടെ ആര് കുതിക്കുമെന്നെല്ലാം പറഞ്ഞ് ലേലം വിളി പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ 24 ന്യൂസ് ശ്രമിച്ചു. പക്ഷേ റേറ്റിംഗിലെ പിന്നോട്ട് പോക്കലിന്റെ നിരാശയുമെല്ലാം 24 ന്യൂസിന്റെ വ്യക്തമായിരുന്നു. എല്ലാ അർത്ഥത്തിലും പുതുമ വോട്ടെണ്ണൽ ദിനം ഇത്തവണ കൊണ്ടുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു. ദേവസേന എന്ന AI കഥാപാത്രം സോഷ്യൽ മീഡിയയിലും ഏഷ്യാനെറ്റ് ന്യൂസിനെ കൂടുതൽ ശ്രദ്ധേയമാക്കിയതെന്നാണ് വസ്തുത. ബാഹുബലി സിനിമയിലെ നായികയാണ് ദേവസേന. മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ കഥാപാത്രം. പുരാണങ്ങളിലും ഈ പേരിൽ കഥാപാത്രങ്ങളുണ്ട്. ഇതിനെയാണ് AI സാങ്കേതിക വിദ്യയിൽ അവതാരകയായി ഏഷ്യാനെറ്റ് ന്യൂസ് മാറ്റിയത്. തലമുറ മാറ്റത്തിന്റെ സാധ്യതയും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വോട്ടെണ്ണൽ ദിന പ്രക്ഷേപണത്തിൽ വ്യക്തമാണ്.